ഹലോ ഫ്രണ്ട്സ്, വിജിത് സാമൽ വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് കരിമീൻ ചൂണ്ടയിടുന്ന ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കരിമീൻ ചൂണ്ടയിടുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു ചീപ്പിങ്കലത്ത്. ഇന്നിപ്പം ചീപ്പിങ്കൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ചൂണ്ടയിട്ടതിൻ്റെ എതിർവശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു നല്ല ഒരു വ്യൂ, നല്ല എന്താ പറഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയായ ഒരു സ്ഥലത്തൂടെ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന യാത്രയും കൂടെ നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് പറഞ്ഞാൽ 4 സൈഡിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭംഗിയുണ്ട്. അതപ്പം നമ്മൾ ആ ഓൺ സ്പോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ അനിയുണ്ട്, പിന്നെ അളിയൻ ചൂണ്ടയിടാൻ സ്പോട്ടിലുണ്ട്. നമ്മൾ ഇച്ചിരി താമസിക്കാറുണ്ട്. നമ്മൾ പോകുന്നതേ ഉള്ളൂ. അളിയൻ ഓൺ ദ സ്പോട്ടിൽ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം നമ്മൾ പോകുന്ന വഴിയാണ്, ഇതൊന്ന് ശ്രദ്ധിച്ച് കണ്ടോണേ. അപ്പം നമ്മൾ നേരെ കായലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴിയൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. കണ്ടോ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ്, നോക്കിക്കേ. അടിപൊളിയല്ലേ? ഇതുണ്ടോ വഴിയുടെ നടുക്ക്, കണ്ടോ, ഇത് കണ്ടോ, പൂമരച്ചാന്ന് തോന്നുന്നു. കണ്ടോ പോകുന്ന കണ്ടോ. അപ്പം നമ്മൾ നേരെ കായലിൻ്റെ അടുത്തേക്ക് എത്താറായി. അതുകൊണ്ടോ ഹൗസ് ബോട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടെ തലങ്കം വിലങ്കം ഹൗസ് ബോട്ടുകളുടെ എന്താ പറയുന്നത്, ഇടം വരെ വെള്ളം തോന്നി. നമ്മളെ വഴി തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതുകൊണ്ടാ കായൽ കണ്ട, നേരെ നോക്കിയ കായൽ കാണാം. ഓഫാക്കിക്കട്ടെ. ദുർഘടമാണ് യാത്ര കിടക്കുന്നത്. ഹൗസ് ബോട്ടൊക്കെ യാത്ര തുടങ്ങി. അപ്പം നമുക്കും യാത്ര തുടങ്ങാം. അടിപൊളി. അപ്പോൾ നമ്മൾ കരിമീൻ ചൂണ്ടയിടാൻ പോകുന്ന വഴികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോണം. ഇതാണ് ചീപ്പിങ്കൽ. അപ്പം നമ്മൾ ഇതിലെ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ വഴിയാണ് വരുന്നത്. അപ്പം ഞാൻ ബസ്സിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വഴിയെ കൂടെ വണ്ടി ഓടിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. മാങ്ങ ഇഷ്ടം പോലെ വേണ്ട ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇതൊക്കെയാണോ ഇരിക്കുന്നത്? അളിയൻ എവിടെയാണോ ചൂണ്ട ഇരിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. തപ്പിപ്പോവുകയാണ്. കേട്ടോ, ഒക്കെ കാണാൻ.
അപ്പോൾ നമ്മൾ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ, അളിയനെ കണ്ടോ? അല്ലേ ആവശ്യം ഇന്നല്ലാതെ നീ കിട്ടുന്നതല്ലേ. അപ്പം അത് അളിയൻ ചൂടേണ്ട ഇടാനായിട്ട് പോവുകയാണ്. പുള്ളി വന്നതേ ഉള്ളൂ. പുള്ളിയും താമസിച്ച്. ഞാൻ രാവിലെ 7 മണിക്ക് എത്താമെന്നാണ് പറഞ്ഞു. ഞങ്ങൾ അല്പം വൈകി, ഇപ്പോൾ ഒരു 9 മണിയാകാറായിട്ടുണ്ട്. അത് അവിടെ കായലിലെല്ലാം വലയിടുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഉണ്ടോ, ഇന്ന് നമുക്ക് അനിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അളിയൻ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുവാണ്. ചൂണ്ട കെട്ടുന്നേ ഉള്ളൂ. ചൂണ്ട കെട്ടുക. ചൂണ്ട ഇടുവാണേ. അപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല, നമ്മൾ അത്രയും ദൂരത്തു കൂടെ വന്നാൽ ഇവിടെ മനോഹരമായ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അളിയൻ പറഞ്ഞ കേട്ടോ, ഇത് ഐമനം പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് ഈ കാണുന്നതെന്നാണ് പറയുന്നത്. മാത്രമേ ഉള്ളൂ. 5 കരിമീനാണ്. എന്നാ രസമാണ് ഈ പൂകല, അടിപൊളി. അപ്പോൾ നമ്മൾ സ്ഥലം ഒന്ന് മാറി പിടിക്കുകയാണ്. അളിയനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. നല്ല സ്ഥലങ്ങളാണ്. നോക്കിയേ, ഇത്രയും മനോഹരമായ ഒരു കാഴ്ച. ചുമ്മാ അല്ലെ ടൂറിസ്റ്റുകളൊക്കെ ഇതിലേ കിടന്ന് ഒഴുകുന്നത്. നോക്കിക്കേ, ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഉണ്ടാ വെടിക്കെട്ടൊരു മാവേണ്ട അത് കുറച്ച് തിന്നാതെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി അനിയെ ചൂണ്ടയിടുന്ന ഒരു വീഡിയോ എടുക്കാം. അല്ലേ ഇനി നമുക്ക് അവിടെ പോയിരുന്നു അനി ചൂണ്ടയിടുക. എനിക്ക് ചൂണ്ടയോട് അത്രയ്ക്ക് വശമില്ല, അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടയിടാത്തത്. അല്ല, ഞാൻ ചൂണ്ടയിടുമ്പോഴത്തേക്ക് അനിയൊന്ന് എടുത്തേനെ. നമുക്കൊന്ന് ശ്രമിക്കാം കേട്ടോ. അളിയൻ്റെ വേറെ ചൂണ്ട ഇരിപ്പുണ്ട്, നമുക്ക് നോക്കാം. ഏക്കാലം ഇതിൻ്റെ എൻഡ് വരെ നമ്മളൊന്ന് നടന്നിട്ട് വരാം. അപ്പോൾ ഇത് റിസോർട്ടാണെന്ന് തോന്നുന്നത്. ഇതെല്ലാം റിസോർട്ടാണ്. ഉണ്ടോ, ആള് കാണുമായിരിക്കും. പഴയ ഈ 4 കെട്ട് സംഭവമാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി. ടൂറിസ്റ്റ് കാണും. തേവരണ്ണൻ
ഡൈവ് ചെയ്ത് പോകുന്നു. പുല്ലല കഴിയില്ല. ഇല്ലല്ലേ കഴിഞ്ഞ നല്ല സ്ഥലമല്ലേ, അടിപൊളി സ്ഥലമല്ലേ. നമുക്ക് അങ്ങോട്ട് പോവാം, അവനങ്ങോട്ട് വരാം. നമുക്ക് പോവാം. അടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു വള്ളത്തിനകത്തൊരു തേങ്ങ വെള്ളത്തിൽ കൂടെ ഒഴുകുന്നത്. അളിയനത് തോണ്ടിയെടുക്കുക. അളിയൻ്റെ പരിപാടി കണ്ടോണം. ഇതാണ് അളിയനെ ചൂണ്ടയെടുക്കാൻ എങ്ങും വിടാത്തത്. അത്രേ ഉള്ളൂ. ആ ഓക്കെ ഓക്കെ. പിന്നെ കണ്ടോ, എടുത്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കരിമീൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മീൻ കിട്ടിയത് നമ്മൾ പോകത്തുള്ളെന്ന് പറഞ്ഞ് അതുകൊണ്ടോ കിട്ടിയ ഒരു പരല കേട്ടോ, നല്ല മുഴുത്തൊരു പരല. നമ്മളത്ര അനിയെ നമ്മൾ കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല. അനിയും കട കുടിക്കുന്നുണ്ട് കേട്ടോ. അളിയനായിട്ട് ചെറിയ മൽപ്പിടുത്തമാണ്. എന്തായാലും ഒരു പരല് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അനിയും ഇതിൽ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാ പറയണ്ടേ, മറ്റേ കരിമീനുകൾ കൈപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടിയ മീനാണ്. അപ്പോൾ അളിയനൊന്ന് കാണിക്കുകയാണ്. 2 പരലും 2 കരിമീനും കയ്യിലെടുത്തിട്ട്. ഇപ്പോൾ പിടിച്ച കരിമീനാണ് ചേട്ടൻ പിടിച്ച. ചേട്ടൻ്റെ പേരാണ് ചേട്ടാ? ആ ചേട്ടന് കിട്ടിയ ഒരു മീനാണ്. അപ്പോൾ അതും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഓക്കെ. ഇന്ന് ചൂണ്ടയിടാൻ പോയിട്ട് നമുക്ക് കിട്ടിയ മീൻ ഇതാണ്. കാരണം മീൻ ഇന്ന് കൊത്തുന്നില്ല. പൊതുവേ എല്ലാവർക്കും ചൂണ്ടയിടുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് മടുപ്പായിരുന്നു. അപ്പം അളിയന് കിട്ടിയ 2 കരിമീനാണ്. ഇതുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയും നമുക്ക് കിട്ടിയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊന്നും കണ്ടല്ല. അതിപ്പോൾ ഒരുപാട് പിന്നെ പ്രകൃതി നമുക്ക് ഈ ചൂണ്ടയിടയിൽ പോയപ്പോൾ ഒന്ന് കാണാൻ പറ്റി. പിന്നെ ഒന്ന് ഇവിടെ എല്ലാം മൂടിക്കെട്ടി കിടക്കുക. അതുകൊണ്ട് വെള്ളത്തിന് തണുപ്പായതുകൊണ്ടാണ് ഇന്ന് തീറ്റ എടുക്കാൻ ഞാൻ മീൻ. അപ്പം ഈ വീഡിയോയിലെ ചില ഗുണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അതൊരു വലിയ സന്തോഷമായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അടുത്ത ഒരു ചൂണ്ടയിടയിൽ നല്ല വെയിലും വെട്ടമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചൂണ്ടയിടാൻ പോകുന്നുണ്ട്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.